നടന്ന അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടന്ന ഒരു 3 ബാർ 2026 ക്വസ്റ്റ്യൻ പേപ്പർ അതിൻ്റെ ആൻസർ കീ ആയിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സിലോട്ടാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ജർമ്മൻ മിഷണറി ഹെർമൻ ഗുട്ടറ്റ് എഴുതിയ പുസ്തകം അല്ലാത്തത്? താഴെ പറയുന്നവയിൽ ഏതാണ് ജർമ്മൻ മിഷണറി ആയ ഹെർമൻ ഗുട്ടറ്റ് എഴുതിയ പുസ്തകം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കേരള സമാചാരമാണ് കേട്ടോ. കേരള പഴമ, കേരളോൽപ്പത്തി, മലയാള ഭാഷാ വ്യാകരണം. അപ്പോൾ ഇത് മൂന്നും ആ രീതിയിലാണ് ഹെർമൻ ഗുണ്ടറ്റ് എഴുതിയ പുസ്തകങ്ങളാണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. ഹെർമൻ ഗുണ്ടറ്റിൻ്റെ പുസ്തകങ്ങളാണ് ഏതൊക്കെയാണ്? കേരളോൽപ്പത്തി, കേരള പഴമ, മലയാള ഭാഷാ വ്യാകരണം. ഈ 3 പുസ്തകങ്ങൾ ഹെർമൻ ഗുണ്ടറ്റ് എഴുതിയതാണ്. കേരള സമാചാരം ഹെർമൻ ഗുണ്ടറ്റിൻ്റെ അല്ല. 1615 കോഴിക്കോട് സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ. 1615 കോഴിക്കോട് സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരനാണ് ചോദിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷുകാരനാരെന്നാണ്? അത് ക്യാപ്റ്റൻ വില്യം കീലിംഗ് ആണ് കേട്ടോ. ക്യാപ്റ്റൻ വില്യം കീലിംഗ് ആണ് 1605 കോഴിക്കോട് സന്ദർശിച്ച ഇംഗ്ലീഷുകാരൻ. ഓക്കെ. ആദ്യമായിട്ട് കേരളത്തിലേക്ക് വന്ന യൂറോപ്യനായ പോർച്ചുഗീസുകാർ 1498 1600 കാലഘട്ടം ആയപ്പോഴത്തേനും ഒരു ഇംഗ്ലീഷുകാരും വന്നു. രണ്ടാമത് ഡച്ചുകാർ, അതിനുശേഷം ഇംഗ്ലീഷുകാർ വന്നു. ഇംഗ്ലീഷുകാർ 1615 അപ്പോൾ കോഴിക്കോട് സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരനാരാണ്? ക്യാപ്റ്റൻ വില്യം കീലിംഗ് ആണ് കേട്ടോ. വില്യം കീലിംഗ്. മൂന്നാമത്തെ, സ്വാതന്ത്ര്യ സമരകാലത്ത് ലണ്ടനിലെ ഇന്ത്യൻ ഓഫീസിലെ ഉദ്യോഗസ്ഥനായിരുന്ന കഴ്സൺ വില്ലിയുടെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരായ പ്രതിഷേധമായി അദ്ദേഹത്തെ വധിച്ചത് ആരാണ്? ഓക്കെ. സ്വാതന്ത്ര്യ സമരകാലത്ത് ലണ്ടനിലെ ഇന്ത്യൻ ഓഫീസിലെ ഉദ്യോഗസ്ഥനായിരുന്നു കഴ്സൺ വില്ലി. അപ്പം സ്വാതന്ത്ര്യ സമരകാലത്ത് അവിടെ വേറെ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാമല്ലേ. സ്വാതന്ത്ര്യ സമരകാലത്ത് ലണ്ടനിലെ ഇന്ത്യൻ ഓഫീസിലെ ഉദ്യോഗസ്ഥനാരായിരുന്നു? കഴ്സൺ വില്ലി ആയിരുന്നു. ഇദ്ദേഹത്തിന് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരായ പ്രതിഷേധമായിട്ട് അദ്ദേഹത്തെ വധിച്ചത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ML ദിംഗ്രയാണ് കേട്ടോ. ML ദിംഗ്രയാണ് അദ്ദേഹത്തെ വധിച്ചത്. 1688 മഹത്തായ വിപ്ലവകാലത്ത് ഇംഗ്ലണ്ടിലെ രാജാവ് ആരായിരുന്നു? 1688 മഹത്തായ വിപ്ലവം നടക്കുന്നത്. അന്ന് ഇംഗ്ലണ്ടിലെ രാജാവ് ആരായിരുന്നു? അത് ജെയിംസ് രണ്ടാമനായിരുന്നു കേട്ടോ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിനു ശേഷം സ്വാതന്ത്ര്യ പ്രഖ്യാപനം ആരാണ് തയ്യാറാക്കിയത്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിനു ശേഷം സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് ആരാണ്? അത് തോമസ് ജെഫേഴ്സൺ ആണ് കേട്ടോ. തോമസ് ജെഫേഴ്സൺ ആണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിനു ശേഷം സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത്. 2024 ഒളിമ്പിക് ഗെയിംസിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് വേദിയായ നദി ഏതാണ്? വേദിയായ നദി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? സീൻ നദിയാണ് കേട്ടോ. സീൻ നദിയാണ് 2024 ഒളിമ്പിക് ഗെയിംസിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് വേദിയായ നദി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിഗ്നൽ ശക്തിയിലെ വ്യത്യാസങ്ങളോടുള്ള റിമോട്ട് സെൻസിംഗ് ഡിറ്റക്ടറിൻ്റെ സംവേദനക്ഷമത ഇനി പറയുന്ന സെൻസർ സവിശേഷതകളിൽ ഏതാണ്? ഓക്കെ. സിഗ്നൽ ശക്തിയിലെ വ്യത്യാസങ്ങളോടുള്ള റിമോട്ട് സെൻസിംഗ് ഡിറ്റക്ടറിൻ്റെ സംവേദനക്ഷമത ഇനി പറയുന്ന സെൻസർ സവിശേഷതകൾ ഏതാണെന്ന് വെച്ചാൽ സ്പെക്ട്രൽ റെസൊല്യൂഷൻ, സ്പേഷ്യൽ റെസൊല്യൂഷൻ, റേഡിയോമെട്രിക് റെസൊല്യൂഷൻ, താൽക്കാലിക റെസൊല്യൂഷൻ. റേഡിയോമെട്രിക് റെസൊല്യൂഷനാണ് കേട്ടോ. റിമോട്ട് സെൻസിംഗ് ഡിറ്റക്ടറിൻ്റെ അകത്ത് റേഡിയോ വേവ്സുകൾ ആണ് ഉപയോഗിക്കുന്നത്. സോ റേഡിയോമെട്രിക് റെസൊല്യൂഷനാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. മധ്യ ഉയര മേഘങ്ങൾക്ക്, അതായത് 2 തൊട്ട് 8 കിലോമീറ്റർ താഴെ വരെയുള്ള മേഘങ്ങൾ, താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് ശരിയെന്ന്? മധ്യ ഉയര മേഘങ്ങൾക്ക് ഉദാഹരണം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ആൾട്ടോ സ്ട്രാറ്റസും ആൾട്ടോ ക്യൂമുലസും ആണ് കേട്ടോ. ആൾട്ടോ സ്ട്രാറ്റസും ആൾട്ടോ ക്യൂമുലസും ആണ് മധ്യ ഉയര മേഘങ്ങൾ. ധോലാധാർ ശ്രേണി ഹിമാലയത്തിലെ ഏത് ഡിവിഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ധോലാധാർ ശ്രേണി എന്ന് പറയുന്നത് ഹിമാലയത്തിൻ്റെ ഏത് ഡിവിഷനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? മധ്യ ഹിമാലയത്തിലാണ് ഈ ധോലാധാർ ശ്രേണി കാണപ്പെടുന്നത്. മധ്യ ഹിമാലയത്തിൽ കാണപ്പെടുന്നതാണ് ധോലാധാർ ശ്രേണി. ഗണ്ഡക നദി പദ്ധതി സംയുക്തമായി നടപ്പിലാക്കുന്നത് ഇനി പറയുന്ന സംസ്ഥാനങ്ങളിൽ ഏതാണ്? ഗണ്ഡക നദി പദ്ധതി സംയുക്തമായി നടപ്പിലാക്കുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ബീഹാറിലും ഉത്തർപ്രദേശിലുമാണ് ഗണ്ഡക നദി പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത്. ഗണ്ഡക നദി പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ബീഹാറിലും ഉത്തർപ്രദേശിലും. കേരളത്തിലെ താഴെ പറയുന്ന ഏത് ജില്ലകളിലാണ് മേസ ഭൂരൂപങ്ങൾ നന്നായി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്? മേസ ഭൂരൂപങ്ങൾ കേരളത്തിലെ എവിടെയാണ്? കാസർഗോഡ് കണ്ണൂറും ജില്ലയിലാണ് കേട്ടോ. കാസർഗോഡും കണ്ണൂറും ജില്ലയിലാണ് മേസ ഭൂരൂപങ്ങൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. 1ാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാനമാക്കിയുള്ള മാതൃക അതേതാണ്? 1ാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാനമാക്കിയുള്ള മാതൃക സോളോ മോഡൽ, മാൽനോബിസ് മോഡൽ, റോസ്റ്റോ മോഡൽ, ഇവയൊന്നുമില്ല എന്നുള്ളതാണ് കേട്ടോ. മാൽനോബിസ് മോഡൽ ഏതാ? അത് 2ാം പഞ്ചവത്സര പദ്ധതി അല്ലേ. 2ാം പഞ്ചവത്സര പദ്ധതിയാണ് മാൽനോബിസ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് ഏത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് കേട്ടോ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് ഏത് ബാങ്കിൻ്റെ ആണ്? ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ. 1 രൂപ നോട്ടിൽ ആരുടെ ഒപ്പാണുള്ളത്? അത് ധനകാര്യ സെക്രട്ടറിയുടെ ആണ് കേട്ടോ. 1 രൂപ നോട്ടിൽ ആരുടെ ഒപ്പാണ്? ധനകാര്യ സെക്രട്ടറി. ബാക്കി എല്ലാ നോട്ടിലും RBIയുടെ ഗവർണറാണെങ്കിൽ 1 രൂപ നോട്ടിൽ മാത്രം ധനകാര്യ സെക്രട്ടറിയുടെയാണ്. സർവോദയ പദ്ധതിയുടെ വക്താവ് ആരാണ്? സർവോദയ പദ്ധതിയുടെ വക്താവ് ആരാണ്? സർ മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യ, ശ്രീമാൻ നാരായണൻ, MN റോയ്. അപ്പോൾ ഇവയൊന്നുമല്ല എന്നുള്ളതാണ് സർവോദയ പദ്ധതി. ആൻസർ കൊടുത്തിട്ടില്ല. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിനെ സംബന്ധിച്ചിടത്തോളം താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? അപ്പോൾ നിങ്ങളൊന്ന് ദയവായി ഒരു ക്വസ്റ്റ്യൻ ഇടാം. ഇതിൻ്റെ ആൻസർ ദയവായി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. സർവോദയ പദ്ധതിയുടെ വക്താവ് ആരാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിനെ സംബന്ധിച്ചിടത്തോളം താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയെന്നാണ്? ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്. ഓക്കെ. അതിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ് ശരി? ഇത് കാർഷിക ഗവേഷണ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നു. ശരിയാണ്.
മുമ്പ് ഇമ്പീരിയൽ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് എന്നറിയപ്പെട്ടിരുന്നതും ശരിയാണ്. 1929 സ്ഥാപിതമായത്. അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിനെ സംബന്ധിച്ചത് 3 കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. 3ഉം ശരിയാണ്. സ്ഥാപിതമായത് 1929, മുമ്പ് പറയുന്ന പേര് ഇമ്പീരിയൽ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്. NBFC എന്നാൽ എന്തെന്നാണ് അടുത്ത ചോദ്യം. NBFC എന്നാൽ എന്താണ്? നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയാണ് കേട്ടോ. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയാണ് NBFC. ഏത് ഭരണഘടനാ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കപ്പെടുന്നത്? ഏതാണ്? 42ാം ഭരണഘടനയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കപ്പെടുന്നത്. ഇന്ത്യയുടെ ഏത് പ്രദേശത്തും താമസിക്കാനും സ്ഥിര താമസക്കാനുമുള്ള സ്വാതന്ത്ര്യം ഇനി പറയുന്നവയിലൂടെ നൽകുന്നു? ഇന്ത്യയിലെ ഏത് പ്രദേശത്തും താമസിക്കാനും സ്ഥിര താമസമാക്കാനുമുള്ള സ്വാതന്ത്ര്യം ഏതാണ്? അത് ആർട്ടിക്കിൾ 19(1)(c) ആണ് കേട്ടോ. ആർട്ടിക്കിൾ 19(1)(c) ആണ്. ഈ ആർട്ടിക്കിൾ 19 ബന്ധപ്പെട്ട എല്ലാ ആർട്ടിക്കിളും ഒന്ന് പിടിച്ചു വെക്കാൻ ശ്രമിക്കുക. അവശിഷ്ട അധികാരങ്ങൾ ഇവയുടെ കൈകളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അവശിഷ്ട അധികാരങ്ങൾ ഇവയുടെ കൈകളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ആരുടെ കൈകളിലാണ്? അത് കേന്ദ്ര സർക്കാരിൻ്റെ കൈകളിലാണ് അവശിഷ്ട അധികാരങ്ങൾ കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായി ഒരു ഫെഡറൽ കോടതി ഇനി പറയുന്നവ പ്രകാരം സ്ഥാപിച്ചു. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഫെഡറൽ കോടതി സ്ഥാപിച്ച ആക്ട് ഏതെന്നാണ് ചോദ്യം. ഏത് ആക്റ്റാണ്? 1935 ഇന്ത്യ ഗവൺമെൻറ് ആക്ട്. 1935 ഇന്ത്യ ഗവൺമെൻറ് ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ഫെഡറൽ കോടതി സ്ഥാപിച്ചത്. 1977 നിയമത്തിനായ അശോക് മേത്ത കമ്മിറ്റിയുടെ താഴെ പറയുന്ന ശുപാർശകൾ പരിഗണിക്കുക. അപ്പോൾ അശോക് മേത്ത കമ്മിറ്റി സ്ഥാപിതമായത് 1977. അപ്പോൾ അത് പ്രകാരമുള്ള ശുപാർശകൾ ഏതൊക്കെയാണ്? അത് നിലവിലുള്ള ത്രിതല സംവിധാനത്തിന് പകരം ദ്വിതല പഞ്ചായത്ത് രാജ് സംവിധാനം സൃഷ്ടിക്കാൻ ശുപാർശ ചെയ്തു. അതായത് ത്രിതല പഞ്ചായത്തിന് സംവിധാനത്തിന് പകരം ദ്വിതല പഞ്ചായത്ത് രാജ് സംവിധാനം സൃഷ്ടിക്കാൻ ശുപാർശ ചെയ്തു. ന്യായ പഞ്ചായത്തുകളെ പ്രത്യേക സ്ഥാപനങ്ങളായി നിലനിർത്തണമെന്ന് കമ്മിറ്റി ശുപാർശ ചെയ്തു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളുടെ എല്ലാ തലങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഔദ്യോഗിക പങ്കാളിത്തം. ജനകീയ മേൽനോട്ടത്തിൽ വികേന്ദ്രീകരണത്തിനുള്ള ആദ്യ തലമായി ജില്ല. 4 പോയിന്റും അശോക മേത്ത കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി. അത് സ്ഥാപിതമായത് 1974. അതിപ്രകാരമുള്ള ശുപാർശയാണ്. ത്രിതല സംവിധാനത്തിന് പകരം ദ്വിതല സംവിധാനം നിലവിൽ വരണമെന്ന് ശുപാർശ ചെയ്തു. ന്യായ പഞ്ചായത്തുകളെ പ്രത്യേക സ്ഥാപനങ്ങളായി നിലനിർത്താൻ കമ്മിറ്റി ശുപാർശ ചെയ്തു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെ എല്ലാ തലങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഔദ്യോഗിക പങ്കാളിത്തവും ജനകീയ മേൽനോട്ടത്തിൽ വികേന്ദ്രീകരണത്തിനുള്ള ആദ്യ തലമായി ജില്ല. അപ്പോൾ ഈ 4 പോയിന്റുകളും ഇവിടെ ശരിയാണ്. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരാണ്? 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ജ്ഞാനേഷ് കുമാർ കേട്ടോ. ജ്ഞാനേഷ് കുമാറിനാണ് 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പ്രകൃതി നീതിയുടെ തത്വം പ്രധാനമായും ഇവ ഉറപ്പാക്കുന്നു. പ്രകൃതി നീതിയുടെ തത്വം ഏതൊക്കെയാണ്? അത് നിയമത്തിന് മുന്നിലുള്ള തുല്യതയും ന്യായമായ വാദം കേൾക്കാനും പക്ഷപാതത്തിൻ്റെ അഭാവവും. ഇത് രണ്ടുമാണ് കേട്ടോ പ്രകൃതി നീതിയുടെ തത്വം. ക്ഷേമരാഷ്ട്രം പലപ്പോഴും ഇനി പറയുന്നവയ്ക്കുള്ള ഒരു മാർഗമായി ന്യായീകരിക്കപ്പെടുന്നു. ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്നത് എല്ലാവർക്കും കുറഞ്ഞ ജീവിത നിലവാരം ഉറപ്പാക്കുക, സാമൂഹിക നീതി ഉയർത്തിപ്പിടിക്കുക. ഈ 2 1ഉം 3 കേട്ടോ. സംസ്ഥാനങ്ങളിൽ ലോകായുക്തയ്ക്കുള്ള ആദ്യ ശുപാർശ നൽകിയത് ഭരണപരിഷ്കാര കമ്മീഷൻ. 1966 ഭരണപരിഷ്കാര കമ്മീഷനാണ് സംസ്ഥാനങ്ങളിൽ ലോകായുക്തയ്ക്കുള്ള ആദ്യ ശുപാർശ നൽകിയത്. ഭരണത്തിൽ 3 പ്രധാന മാറ്റ സാധ്യതകൾ ICTകൾ നൽകുന്നു. ഏതൊക്കെയാണ്? ഭരണത്തിലെ 3 പ്രധാന മാറ്റ സാധ്യതകൾ ICT നൽകുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? അത് ഓട്ടോമേഷൻ, ഇൻഫർമറ്റൈസേഷൻ സംബന്ധിച്ച 2000 ശബ്ദ മലിനീകരണ നിയമങ്ങൾ അനുസരിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഉച്ചഭാഷണങ്ങൾ ഉപയോഗിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് രാത്രി സമയങ്ങളിൽ ഉച്ചഭാഷണി ഉപയോഗിക്കുന്നതിന് പൂർണ്ണ നിരോധമുണ്ട്. രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെ എന്ന് നിർവചിച്ചിരിക്കുന്നു. അപ്പോൾ അത് ശരിയായ പ്രസ്താവനയാണ് കേട്ടോ. ശബ്ദരഹിതമായ അന്തരീക്ഷത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 21 പ്രകാരം ഒരു മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട്. അങ്ങനെ വിധിച്ചിട്ടില്ല. വർഷത്തിൽ പരമാവധി 15 ദിവസത്തേക്ക് ഉത്സവങ്ങൾ, സാംസ്കാരികവും മതപരമായ കാര്യങ്ങൾക്ക് അർദ്ധരാത്രി വരെ ഉപയോഗം നീട്ടാൻ ഒരു സംസ്ഥാന സർക്കാരിന് അനുവദിക്കാം. അത് ശരിയാണ്. അർദ്ധരാത്രി വരെയുള്ള ഇളവ് നിയുക്ത നിശബ്ദ മേഖലകൾക്ക് ബാധകമല്ല. അതും ശരിയാണ്. അപ്പോൾ 1, 3, 4 എന്നുള്ളതാണ് കേട്ടോ ഉച്ചഭാഷണിയുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നൽകിയതിനുള്ള നിയമങ്ങളും പ്രക്രിയയും സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയാണ്?
സമാധാനത്തിനുള്ള നോബൽ സമ്മാനം. നോർവീജിയൻ പാർലമെൻറ്റ് 5 അംഗങ്ങളെ നിയമിക്കുന്ന നോർവീജിയൻ നോബൽ കമ്മിറ്റിയാണ് സമ്മാനം തീരുമാനിക്കുന്നത്. ശരിയാണ്. രാജ്യങ്ങൾക്കിടയിലുള്ള കൂട്ടായ്മയും സ്റ്റാൻഡിംഗ് ആർമികളുടെ എണ്ണവും കുറയ്ക്കുന്നതും മെച്ചപ്പെടുത്തുന്നതിനും ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ഒരാൾക്കാണ് സമ്മാനം നൽകുന്നത്. ശരിയാണ്. രാജ്യങ്ങളുടെ ഇടയിലുള്ള കൂട്ടായ്മയും സ്റ്റാൻഡിംഗ് ആർമികളുടെ എണ്ണവും കുറയ്ക്കുന്നതും മെച്ചപ്പെടുത്തുന്നതിനും ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ഒരാൾക്കാണ് സമ്മാനം നൽകുക. ഇനി ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ മാസങ്ങളിൽ കമ്മിറ്റി അംഗങ്ങൾക്കിടയിൽ സമവായത്തിലൂടെ വിജയിയെ തിരഞ്ഞെടുക്കും. അതും ശരിയാണ്. അപ്പം സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ കേട്ടോ. താഴെ പറയുന്നവയിൽ കുട്ടികളിൽ 5-ാം പനി മൂലമുണ്ടാകുന്ന ഏറ്റവും സാധാരണമായ സങ്കീർണത. 5-ാം പനി മൂലമുള്ളത് ന്യൂമോണിയ ആണ് കേട്ടോ. ഏത് പരിശോധനയിലൂടെയാണ് ക്ഷയരോഗം സ്ഥിരീകരിക്കുന്നത്? ക്ഷയരോഗം സ്ഥിരീകരിക്കുന്നത് BCGക്കെതിരെയുള്ള വാക്സിനാണ്. ക്ഷയരോഗത്തിനുള്ള വാക്സിനാണ് BCG. സ്ഥിരീകരിക്കുന്നത് മാൻടോക്സ് പരിശോധനയാണ് കേട്ടോ. മാൻടോക്സ് പരിശോധനയിലൂടെയാണ് ക്ഷയരോഗം സ്ഥിരീകരിക്കുന്നത്. മനുഷ്യ ശരീരത്തിലെ അനുബന്ധാസ്ഥികളുടെ എണ്ണം. അനുബന്ധാസ്ഥികൾ 126 അനുബന്ധാസ്ഥികളാണ് കേട്ടോ. വൃക്ക ഹോർമോൺ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ D ആണ്. വൃക്ക ഹോർമോൺ. താഴെ പറയുന്നവയിൽ അർബുദരോഗ ലക്ഷണം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? നിരന്തരമായ ചുമ, സ്തനങ്ങളിലെ തടുപ്പുകളും മുടികളും, നിറം മാറുകയോ വലുതാവുകയോ ചെയ്യുന്ന മറുകുകളോ പുള്ളികളോ, ഇതെല്ലാം അർബുദ രോഗത്തിൻ്റെ ലക്ഷണം. വേഗത്തിൽ ശരീരഭാരം കൂടുക എന്നുള്ളത് ലക്ഷണമല്ല. എന്നാണ് ലോക പൊണ്ണത്തടി ദിനം ആചരിക്കുന്നത്? ലോക പൊണ്ണത്തടി ദിനം ആചരിക്കുന്നത് മാർച്ച് 4-നാണ് കേട്ടോ. അടുത്തിടെ മാർബർഗ് വൈറസ് രോഗം പൊട്ടിപ്പുറപ്പെട്ടതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്ത രാജ്യം? മാർബർഗ് വൈറസ് എവിടാണ്? അത് ടാൻസാനിയയിലാണ് മാർബർഗ് വൈറസ്. കേരളത്തിലെ സപ്തഭാഷ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന ജില്ല? കേരളത്തിലെ സപ്തഭാഷ സംഗമ ഭൂമി എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് കാസർഗോഡ് ജില്ലയാണ് കേട്ടോ. നെക്സ്റ്റ് സയൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 30 കിലോഗ്രാം പിണ്ഡമുള്ള ഒരു വസ്തുവിന്മേൽ 60 കിലോഗ്രാം പിണ്ഡമുള്ള മറ്റൊരു വസ്തു പ്രയോഗിച്ച ആകർഷണ ബലം F ആണെങ്കിൽ 30 കിലോഗ്രാം പിണ്ഡമുള്ള വസ്തു 60 കിലോഗ്രാം പിണ്ഡമുള്ള വസ്തുവിന്മേൽ പ്രയോഗിക്കുന്ന ആകർഷണ ബലം എന്തായിരിക്കും? എന്താണ്? F ആണ് കേട്ടോ. F ആണ്. നമുക്കറിയാം ന്യൂട്ടൻ്റെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് അല്ലേ ആണല്ലോ. ഫോഴ്സ് എത്രയാണ്? 30 കിലോഗ്രാം പിണ്ഡമുള്ള ഒരു വസ്തു 60 കിലോഗ്രാം പിണ്ഡമുള്ള മറ്റൊരു വസ്തുവിനെ പ്രയോഗിച്ച ആകർഷണ F ആണെന്നുണ്ടെങ്കിൽ തിരിച്ചും F ബലം തന്നെ പ്രയോഗിക്കണം. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഒരേ താപനിലയിൽ സഞ്ചരിക്കുന്ന ശബ്ദത്തിൻ്റെ വേഗതയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ. ഒരേ താപനിലയിൽ സഞ്ചരിക്കുന്ന ശബ്ദം ഈർപ്പമുള്ള വായുവിൽ വരണ്ട വായുവിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നു എന്നാണ്. അപ്പം ശബ്ദം എന്ത് ചെയ്യും? ഈർപ്പമുള്ള വായുവിലായിരിക്കും ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്. ഒരു സ്പ്രിംഗ് ബാലൻസിൽ നിന്ന് തൂക്കിയിട്ടിരിക്കുന്ന 10 ന്യൂട്ടൺ ഭാരം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നു. ഇപ്പോൾ സ്പ്രിംഗ് ബാലൻസ് കാണിക്കുന്ന അളവ് എത്ര ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? അത് 6 ന്യൂട്ടൺ ആയിരിക്കും കേട്ടോ. 6 ന്യൂട്ടൺ കുറയും. സ്പ്രിംഗ് ബാലൻസ് തൂക്കിയിട്ടിരിക്കുന്ന 10 ന്യൂട്ടൺ ഭാരം പൂർണ്ണമായും വെള്ളത്തിൽ മുക്കിയിടുമ്പോൾ എന്ത് ചെയ്യും? 6 ന്യൂട്ടനായിട്ട് കുറയും. അത് പെട്ടെന്ന് നമുക്ക് ആൻസർ ഈ ഓപ്ഷനിൽ നിന്ന് വേണം ഇതിനകത്ത് ആൻസർ എടുക്കാം. ഇവിടെ തന്നിരിക്കുന്ന 10 ന്യൂട്ടൺ, 12 ന്യൂട്ടൺ, 0 ന്യൂട്ടൺ, 6 ന്യൂട്ടൺ എന്നാണ്. ഏതായാലും 0 ന്യൂട്ടൺ കാണിക്കത്തില്ല, പിന്നെ 10 കൂടുതൽ കാണിക്കത്തില്ല അല്ലേ? 10 കൂടുതൽ കാണിക്കത്തില്ല എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് പിന്നെ ആൻസർ ഏതാണ്? 6 ന്യൂട്ടൺ ആണുള്ളത്. ആ രീതിയിലാണ് ആൻസറിലേക്ക് എത്തേണ്ടത്. ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച ഏത് ഉപഗ്രഹമാണ് ISROയുടെ ചരിത്ര പ്രാധാന്യമുള്ള 100-ാം വിക്ഷേപണമായി അടയാളപ്പെടുന്നത്? 100-ാം വിക്ഷേപണമായിട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഏതാണ്? NVS-02-ൻ്റെ വിക്ഷേപണമാണ് കേട്ടോ. NVS-02-ൻ്റെ വിക്ഷേപണമാണ് 100-ാമത്തെ ISROയുടെ 100-ാമത്തെ ദൗത്യം. ഭൂമിയുടെ പുറന്തോടിലെ ഏറ്റവും സമൃദ്ധമായ ലോഹം അലൂമിനിയമാണ്. താഴെ പറയുന്നവയിൽ ജെർമേനിയം 32-ൻ്റെ ഐസോട്ടോൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് SC3478 ആണ് കേട്ടോ. ഐസോട്ടോൺ. താഴെ പറയുന്ന ആൽക്കലോയിഡുകളെ കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ആൽക്കലോയിഡുകളെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൽക്കലോയിഡ് ക്വീനൈൻ പ്രധാനമായും പ്രമേഹ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് തെറ്റായ പ്രസ്താവനയാണ്. അതുപോലെ തന്നെ സെർട്ടേണർ വേർതിരിച്ചെടുത്ത ആദ്യത്തെ ആൽക്കലോയിഡ് സ്ട്രൈക്നൈൻ ആയിരുന്നു എന്നുള്ളതും തെറ്റായ പ്രസ്താവന. അപ്പോൾ ഇത് രണ്ടും 4 ആണ് കേട്ടോ. മോർഫിൻ ഒരു ഫിനാൽത്രീൻ ആൽക്കലോയിഡാണ് എന്നുള്ളത് ശരിയാണ്. ഹെംലോക്ക് ചെടിയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന വിഷത്തിൽ കാണപ്പെടുന്ന വിഷ ആൽക്കലോയിഡാണ് കോനൈൻ. അതും ശരിയാണ്. 2024 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് കമ്പ്യൂട്ടേഷൻ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്കും പ്രോട്ടീൻ ഘടന പ്രവചനത്തിനുമാണ്. 2024 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്.
കോട്ടയത്ത് തമ്പുരാൻ ഏത് കലാരൂപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കോട്ടയത്ത് തമ്പുരാൻ ഏത് കലാരൂപമായിട്ടാണ്? കഥകളിയുമായിട്ട്. 2025 ICC വനിതാ ലോകകപ്പ് സെമി ഫൈനലിൽ ഇന്ത്യയെ ഫൈനലിലേക്ക് നയിച്ച ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം ആരാണ്? സ്മൃതി മന്ദാനയാണ്. ജോസഫ് മുണ്ടശ്ശേരിയെക്കുറിച്ച് ശരിയായ വസ്തുതകൾ എന്തൊക്കെയാണ്? ജോസഫ് മുണ്ടശ്ശേരിയെ പറ്റിയുള്ള ശരിയായ വസ്തുതകൾ: അദ്ദേഹം ഒരു കോളേജ് അധ്യാപകനും വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്നു. ശരിയാണ്. ഒരു നിരൂപകനായിരുന്നു. അത് തെറ്റാണ്. അദ്ദേഹം കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്നു. ശരിയാണ്. രാജാരാജൻ്റെ മാറ്റുലി അദ്ദേഹത്തിൻ്റെ കൃതിയാണെന്നുള്ളത് തെറ്റാണ്. സോ 2, 3 എന്നുള്ളതാണ് ഇവിടെ ശരിയാണ്. ഒരു കോളേജ് അധ്യാപകനായിരുന്നു, വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു, കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്നു. കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ആരംഭിച്ച വർഷം എന്നാണ്? അത് 966 ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ആരാണിത്? ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ വരികളാണ് കേട്ടോ. ബാലചന്ദ്രൻ ചുള്ളിക്കാടല്ല, ഇഞ്ചക്കാട് ബാലചന്ദ്രൻ്റെയാണ് കേട്ടോ. ഇഞ്ചക്കാട് ബാലചന്ദ്രൻ്റെയാണ് ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമാകുന്നുള്ളത്. ഇഞ്ചക്കാട് ബാലചന്ദ്രൻ. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികം എപ്പോഴാണ്? വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികം എപ്പോഴാണ്? അത് നവംബർ 23, 2025 നവംബർ 23, 2025 വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികം. കേരളം കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായി പ്രഖ്യാപിച്ചത് എന്നാണ്? 2025 നവംബർ 1. താഴെ പറയുന്നവയിൽ ഏതാണ് പ്രോഗ്രാം എക്സിക്യൂഷൻ സമയത്ത് പ്രൈമറി മെമ്മറി ആവശ്യമായി വരുന്നതിന് ഏറ്റവും നന്നായി വിശദീകരിക്കുന്നത്? പ്രോഗ്രാം എക്സിക്യൂഷൻ സമയത്ത് പ്രൈമറി മെമ്മറി ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ടത്. അത് പ്രോഗ്രാമുകൾ പ്രവർത്തിപ്പിക്കാൻ CPU-വിന് ആവശ്യമായ വേഗത്തിലുള്ള ആക്സസ് ഇത് നൽകുന്നു. ഒരു അവതരണ സോഫ്റ്റ്വെയറിന് ഏറ്റവും അനുയോജ്യമായ ജോലികൾ ഏതാണ്? ടെക്സ്റ്റ്, ഇമേജുകൾ, അനിമേഷനുകൾ എന്നിവ അടങ്ങിയ സ്ലൈഡുകൾ തയ്യാറാക്കൽ. ഒരു ലൈബ്രറി സിസ്റ്റത്തിൽ ഒരു കമ്പ്യൂട്ടർ ഇനി പറയുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഏതൊക്കെയാണ്? ഇൻപുട്ട്, ഉപയോക്താവിൽ നിന്ന് ഒരു ബുക്ക് ID സ്വീകരിക്കുന്നു. പുസ്തകം ലഭ്യമാണോ എന്ന് പരിശോധിക്കുന്നു. പ്രശ്ന വിശദാംശങ്ങൾ സംഭരിക്കുന്നു. ലഭ്യം അല്ലെങ്കിൽ ലഭ്യമല്ല എന്ന് പ്രദർശിപ്പിക്കുന്നു. സിസ്റ്റം ഏത് തരത്തിലുള്ള നിർദ്ദേശമാണ് ഉപയോഗിക്കുന്നത്? ഇൻപുട്ട്, കൺട്രോൾ, സ്റ്റോർ, ഔട്ട്പുട്ട് എന്നുള്ളതാണ് കേട്ടോ. പട്ടിക പഠിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. എക്സ് ലാൻ ആണ് കേട്ടോ. എക്സ് ലാൻ ഒരു കെട്ടിടത്തിനോ ക്യാമ്പസിനോ ഉള്ളിൽ. വൈ മാൻ ആണ് നഗരം മുഴുവൻ, മെട്രോപൊളിറ്റിക്കൽ. ഇസഡ് രാജ്യത്തുള്ള വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്. 64ാമത്തെ ചോദ്യം: വ്യക്തികളെ ഉപദ്രവിക്കാനോ ഭീഷണിപ്പെടുത്താനോ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നത് സൈബർ ഭീഷണിയിൽ ഉൾപ്പെടുന്നു. IT ആക്ട് 2000 ഇലക്ട്രോണിക് റെക്കോർഡുകൾക്കും ഡിജിറ്റൽ ഒപ്പുകൾക്കും നിയമപരമായ അംഗീകാരം നൽകുന്നു. എല്ലാ സൈബർ കുറ്റകൃത്യങ്ങളും ഉയർന്ന തലത്തിലുള്ള സാങ്കേതിക കഴിവുകൾ ആവശ്യമാണ്. ഇവിടെ ശരിയായിട്ടുള്ളത് 1ഉം 2ഉം ആണ് കേട്ടോ. ക്യാബിനറ്റ് രേഖകളും ചർച്ചകളും വെളിപ്പെടുത്താനാകില്ല എന്ന പൊതുവ്യവസ്ഥയ്ക്ക് അപവാദം ഏതാണ്? അത് മന്ത്രിസഭാ കൗൺസിൽ എടുത്ത തീരുമാനങ്ങൾ, അതിൻ്റെ കാരണങ്ങൾ, നിർണായകമായ അടിസ്ഥാനങ്ങൾ എന്നിവ തീരുമാനമെടുത്ത ശേഷം കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ വിഭാഗം 75 പ്രകാരം തയ്യാറാക്കുന്ന മധ്യസ്ഥരുടെ പാനലിൻ്റെ പ്രമാണ സാധുത എത്ര കാലത്തേക്കാണ്? 5 വർഷത്തേനാണ് കേട്ടോ. വിഭാഗം 75 പ്രകാരം മധ്യസ്ഥരുടെ പാനലിൻ്റെ പ്രമാണ സാധുത 5 വർഷത്തിന്. ട്രാൻസ്ജെൻഡർ വ്യക്തിക്ക് സ്വയം തിരിച്ചറിയുന്ന ലിംഗ വ്യക്തിത്വത്തിനുള്ള അവകാശം നൽകുന്ന നിയമപരമായ അടിസ്ഥാനം എന്താണ്? അത് ഈ അവകാശം നൽകുന്ന നിയമത്തിൻ്റെ വ്യവസ്ഥകളാണ്. കുട്ടികളുടെ പരിരക്ഷയും ശുശ്രൂഷയും സംബന്ധിച്ച് കുട്ടി കുറ്റവാളികളുടെ നീതി നിയമം 2015 നടക്കുമ്പോൾ പാലിക്കേണ്ട അടിസ്ഥാന തത്വങ്ങളിൽ ഏതാണ് ഉൾപ്പെടാത്തത്? സ്ഥാപനപരമായ പരിരക്ഷ ആദ്യ പടിപടിയായി സ്വീകരിക്കേണ്ടതെന്ന സിദ്ധാന്തം. സംസ്ഥാന സർക്കാർ നിയന്ത്രിക്കുന്ന ഒരു പ്രാദേശിക അതോറിറ്റിയിലോ കോർപ്പറേഷനിലോ നിയമിതനായ ഒരു വ്യക്തി സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകളുടെ അധികാരപരിധിയിൽ വരുന്നത് ഉറപ്പാക്കുന്ന വ്യവസ്ഥ ഏതാണ്? വകുപ്പ് 14ൻ്റെ ഉപവ്യവസ്ഥ 1ൻ്റെ ഉപഖണ്ഡം B. ഭാരതത്തിലെ ആദ്യത്തെ ലോക്പാൽ അധ്യക്ഷൻ അതാരാണ്? ജസ്റ്റിസ് പിനാകി ചന്ദ്രഘോഷാണ്. നെക്സ്റ്റ് മാത്സ് ആണ്. ഞാൻ ആൻസർ മാത്രം പറഞ്ഞു പോകാം. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ആൻസർ ചെയ്ത് നോക്കി കിട്ടുന്നോ നോക്കുക കേട്ടോ. 61ാമത്തെ ആൻസർ A ആണ്. 71. 72ാമത്തെ ആൻസർ എന്ന് പറയുന്നത് C ആണ്. 73ാമത്തെ ആൻസർ എന്ന് പറയുന്നത് B ആണ്. വീഡിയോ ലെങ്ത് ആയി പോകുന്നത് അതുകൊണ്ടാണ് ഇത് വായിക്കാതെ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോകുന്നത് കേട്ടോ. 74 A ആണ്. 75 എന്ന് പറയുന്നതിൻ്റെ ആൻസർ B ആണ്. 76ൻ്റെ ആൻസർ A ആണ്. 77ൻ്റെ ആൻസർ D. 78ൻ്റെ ആൻസർ A. 79ൻ്റെ ആൻസർ C. 80ൻ്റെ ആൻസർ D. ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്നോ ഇല്ലയോ എന്ന് നോക്കിയാൽ മതി കേട്ടോ. നെക്സ്റ്റ് ഇംഗ്ലീഷാണ്. സെൻറ്റൻസ് ചേഞ്ച് ചെയ്യാനാണ്. റാഷ് ഡ്രൈവിംഗ് കോസ് മെനി ആക്സിഡൻറ്റ്സ്. ആക്റ്റീവിനെ പാസീവ് വോയിസിലോട്ട്
മാറ്റാനാണ് കേട്ടോ. സോറി, അതിന് മുമ്പ് 81ാമത്തെ ചോദ്യം അല്ലാതെ കൂടെ പറഞ്ഞാൽ സിനോണിംസ് തന്നിരിക്കുന്നു. ഓഡ് വൺ ഏതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓഡ് വൺ എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ആണ് കേട്ടോ. ഡ്രൈവിംഗ് എന്നുള്ളതാണ്. ഗ്രൂപ്പിംഗ്, പ്രോബിംഗ്, ഫബ്ലിംഗ് ഇതെല്ലാം ഒരേ മീനിങ് ആണ് പറയുന്നത്. നെക്സ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഫില്ലിംഗ് ദി ബ്ലാങ്ക്സ് ആണ്. ഗാർഡനിങ് ഈസ് എ ഗുഡ് ഹോബി ഡാഷ് ഇറ്റ് ഹെൽപ്സ് ടു റിലീഫ് സ്ട്രെസ്. മോർ ഓവർ അണ്ടർലൈൻഡ് വേർഡ്സിന് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. വിത്ത് ആൻ അൺസാറ്റിസ്ഫൈഡ് ഡിസയർ. പിന്നെ ആൻ അൺസാറ്റിസ്ഫൈഡ് ഡിസയർ മീൻസ് വിസ്റ്റ്ഫുള്ളി എന്നുള്ളതാണ് കേട്ടോ. വിസ്റ്റ്ഫുള്ളി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടാഗാണ്. സം ഓഫ് അസ് വെയർ നോട്ട് റെഡി ടു ഗോ ടു കൺസേർട്ട്. നമുക്കറിയാം ഇത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ് അല്ലേ. അപ്പോൾ സോ ആൻസർ എന്ന് പറയുന്നതാണ് വെയർ വി ആണ് വരുന്നത് കേട്ടോ. വെയർ വി. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡാഷ് യുവർ ഗുഡ് നെയിം ഓൺസ് യു ഹാവ് ലോസ്റ്റ്. ഫ്രൈസൽ വെർബ് എഴുതാനാണ്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ബാക്ക് യുവർ ഗുഡ് നെയിം ഓൺസ് യു ഹാവ് ലോസ്റ്റ് ഇറ്റ് എന്നാണ്. നെക്സ്റ്റ് ആക്റ്റീവിനെ പാസീവ് വോയിസിലോട്ട് മാറ്റാനാണ്. മെനി ആക്സിഡൻറ്റ്സ് ആർ കോസ്ഡ് ബൈ റാഷ് ഡ്രൈവിംഗ് എന്നാണ് കേട്ടോ. നെക്സ്റ്റ് കറക്റ്റ് വെർബിൻ്റെ ടെൻസ് നോക്കി എഴുതാനാണ്. ഇഫ് യു ഹാഡ് ഗോൺ ടു ദ ഫസ്റ്റ് യു ഡാഷ് ടു സീ ദ മാജിക് ഷോ എന്നാണ് അല്ലേ. ആൻസറായിട്ട് വരുന്നത് ഇഫ് യു ഹാഡ് ഗോൺ ടു ദ ഫസ്റ്റ് യു വുഡ് ഹാവ് ബീൻ ഏബിൾ എന്നാണ് കേട്ടോ. ഹാഡ് ഗോൺ വന്നതുകൊണ്ട് വുഡ് ഹാവ് ബീൻ വരുന്നു. ഹി ഹാസ് ട്രൈയിങ് ടു കൺവിൻസ് ഹർ ബട്ട് ഇറ്റ് വാസ് പോയിൻറ്റ്ലെസ്. ഐഡിയം എഴുതാണ്. അപ്രോപ്രിയേറ്റ് ഐഡിയം എഴുതാനാണ്. ആൻസറായിട്ട് വരുന്നത് ബീറ്റിംഗ് എ ഡെഡ് ഹോഴ്സ് എന്നുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. ഡു യു എക്സ്പെക്ട് എ ലാർജ് ക്രൗഡ് ഫോർ ദി മീറ്റിംഗ്? ദ മാനേജർ ആസ്ക്ഡ് മീ ഇഫ് ഐ എക്സ്പെക്റ്റഡ് എ ലാർജ് ക്രൗഡ് ഫോർ ദി മീറ്റിംഗ്. ദ പ്ലേസ് ഈസ് ഇൻഫെസ്റ്റഡ് വിത്ത് റാറ്റ്സ്. മലയാളമാണ്. ശീകരം എന്ന വാക്കിന് സമാനപദം ശീകരം എന്ന് പറഞ്ഞാൽ ജലഗണമാണ് കേട്ടോ. ശരശയ്യ ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഭീഷ്മരുമായിട്ട് ബന്ധപ്പെട്ടതാണ് ശരശയ്യ. ശരിയായ രൂപം ഏതെന്നാണ് ചോദിച്ചത്. അനാച്ഛാദനം എന്നും ശരിയായിട്ട് എഴുതുന്നത് ബി ആണ് കേട്ടോ. അനാച്ഛാദനം. കടലാഴം എഴുതുമ്പോൾ എന്ന പഠന ഗ്രന്ഥം ഏത് നോവലിനെ ആസ്പദമാക്കിയാണ്? കടലാരം എഴുതുമ്പോൾ അത് പുള്ളിയൻ എന്ന് പറയുന്ന നോവലിനെ ആസ്പദമാക്കി. ധനാശി പാടുക എന്താണ്? അവസാനിപ്പിക്കുക. സ്വാശ്രയം വിപരീത പദം പരാശ്രയം. ആഗ്നേയം മീൻസ് വിപുലീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആഗ്നേയം എന്ന് പറഞ്ഞാൽ അഗ്നിയെ സംബന്ധിച്ചതാണ്. വിണ്ടലം എന്താണ്? വിൺ അധികം തലമാണ് വിണ്ടലം. എന്താണ്? വിൺ അധികം തലം. ശേനം ശശാദനം എന്താണ്? പരുന്തിൻ്റെ പര്യായപദമാണ് കേട്ടോ. മകളുടെ മകൻ എന്താണ്? ദൗഹിത്രനാണ്. അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്. പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. 24-ാം തീയതി അസിസ്റ്റൻറ്റ് പ്രസിഡന്റ് ഓഫീസർ എഴുതാൻ പോകുന്നു.